നിലവിൽ പിടിയിലായ ഒരാൾ ആ കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്, മറ്റു രണ്ടുപേരും അടുത്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇവരിതില് ആരോപണം പറയുന്നത് ഇവർക്ക് ഇതിലൊരു പങ്കുമില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പോലീസ് വിശ്വസിക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ആരായാലും ആ കുറ്റം വ്യക്തികൾ അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ല സാറേ, നിലവിൽ പിടികൂടിയ ആളുകൾ, പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്ത ആളുകൾ, അവർക്ക് ഈ കുറ്റത്തിൽ പങ്കുള്ളതായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു കയ്യോടെ പിടികൂടിയ കേസാണ്. അപ്പൊ അതിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പ്രത്യേകിച്ച് ഒരു റൂമിൽ രണ്ടുപേർ താമസിക്കുന്നു സാർ, ഒരു റൂമിൽ രണ്ടുപേർ താമസിക്കുന്നു, അതിന്റെ മേശയിൽ നിന്ന് സാധനം ലഭിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഇതിന്റെ അകത്ത് ഒരുപോലെ കുറ്റവാളികളാണെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് എത്രത്തോളം? രണ്ടുപേരല്ല, ഒരു റൂം സാധാരണ അവിടെ 3 പേർക്കാണ് ഒരു റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ 3 പേർക്കും തുല്യ അവകാശമുള്ള റൂമിൽ അവരറിയാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രബാൻഡ് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് അതിൽ പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി മറ്റുള്ളവർക്കുള്ള പങ്ക് എത്രയുണ്ടോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. സാറേ, ഈ കളമശ്ശേരിയിലെ ഈ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ കൂടുതൽ ക്വാളിറ്റി പിടിക്കുന്നത് ഈ കളമശ്ശേരി പരിസര പ്രദേശങ്ങളിൽ ഒക്കെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള പരിശോധനകൾ ഇനി എങ്ങനെയായിരിക്കും? എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലം മാത്രമല്ല, പൊതു ഇടങ്ങളും ഹോട്ടലുകളും ലോഡ്ജുകളും എല്ലായിടത്തും നമ്മൾ വളരെ വ്യാപകമായ രീതിയിൽ നമ്മൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ അളവിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് നമ്മൾ എല്ലാ രീതിയിലുള്ള അന്വേഷണം നടന്നുണ്ട്. ഈ പോലീസ് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ആ കുട്ടികൾ പിടിയിലായവർ പറയുന്നുണ്ടായിരുന്നു പോലീസ് അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? വളരെ ട്രാൻസ്പെറന്റ് ആയാണ്. കാരണം നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ടും ഒരു ക്യാമ്പസ് ആയതുകൊണ്ടും മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തി അവിടുത്തെ അധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങി ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ വീഡിയോഗ്രാഫും ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പൊ ഒരു തരത്തിലുള്ള ഭീഷണിയോ അവർക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമായ ഫോഴ്സ് ചെയ്ത് പോലീസിന് പിടിക്കണമായിരുന്നെങ്കിൽ അവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ എന്ത് തരത്തിലുള്ള പരിശോധനയ്ക്കും വിധേയമാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ്. ഉപയോഗിച്ചതായ സൂചന ഉണ്ടായിരുന്നു ഈ അറസ്റ്റിലായ ആളുകളടക്കം. അതിന് നമ്മളെല്ലാവരും മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അവര് ആ കാര്യങ്ങൾ പരിശോധനയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുള്ളൂ. അവർ ഉപയോഗിച്ചിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ അവരുടെ കൈവശത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ പൊസഷനിൽ നിന്ന് അവരുടെ റൂമിൽ നിന്നാണ് പിടിച്ചത്. അതേപോലെ ഈ 2 കിലോ പിടിച്ച റൂമിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ റൂട്ടിലേക്ക് തന്നെ പോയി എവിടെ നിന്ന് വന്നു, ആർക്കൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉള്ളതെന്ന് കൃത്യമായി അന്വേഷിച്ചത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. കുറച്ച് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഇവര് ഈ പറഞ്ഞ 3 പേര് മാത്രമല്ല, കുറച്ച് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ താമസിക്കുന്നവരെ കുറിച്ചും അവിടെ വന്നു പോകുന്നവരെ കുറിച്ചും ഇതിനകത്ത് ഉൾപ്പെട്ടവരെ കുറിച്ചും എല്ലാം നമ്മൾ വിശദമായ അന്വേഷണം നടത്തി എല്ലാവരെയും നമ്മൾ ഇതിനകത്ത് ബുക്ക് ചെയ്യും. അധ്യാപകരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ അറിയാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല നിഗമനങ്ങളും പോലീസിനുണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. കാര്യം നമ്മൾ പരിശോധിക്കാവുന്നതാണ്.